ഞാൻ നാട്ടിൽ വന്നപ്പോൾ നല്ല പോത്തിറച്ചി അത് കിട്ടി കേട്ടോ. കാരണം ഇവിടെ പള്ളിയുടെ അടുത്ത് നല്ല പോത്ത് വെട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പോയി പോത്ത് മേടിച്ചുകൊണ്ട് വന്നു. കുറേ നേരം കഷ്ടപ്പെട്ട് ചെറിയുള്ളിയുടെ തോലൊക്കെ പൊളിച്ച് ചെറിയുള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് എല്ലാം ഇട്ട് വഴറ്റി അത് കഴിഞ്ഞ് കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ കടുക് പൊട്ടിക്കാറില്ല, കടുകും പൊട്ടിച്ചു. എന്നിട്ട് ഒന്ന് ഉള്ളി വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് പെപ്പർ പൗഡർ, ചുമന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ എന്നാട്ടെ പിന്നെ ഒന്നും ഇട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുത്ത് അതിന് മുമ്പ് തന്നെ ഞാൻ ബീഫിനകത്ത് മാരിനേഷന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, വിനാഗിരി, ഉപ്പ്, വെളിച്ചെണ്ണ, നെയ്യ് എല്ലാം കൂടി കൂട്ടി നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 6 വിസിലടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതെല്ലാം കൂടി വഴറ്റി തക്കാളി ഞാൻ വേറെ സോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തക്കാളി വേവാൻ കുറച്ച് സമയം എടുത്തപ്പോൾ എനിക്ക് ക്ഷമ നശിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മസാലയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞ് തക്കാളി ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കുക്കറിനകത്തിട്ട് 2 വിസിലും കൂടി അടുപ്പിക്കുക. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമെന്ന് കരുതി ഇങ്ങനെ മൂപ്പിച്ച മസാല എല്ലാം കൂടിയിട്ട് ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഞാനൊരു 3 വിസിലടുപ്പിച്ച് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടോ. അങ്ങനെ എൻ്റെ പോത്തിൻ്റെ പരിപാടി തീർന്നു. ആ പോത്ത് വേവണ നേരം കൊണ്ട് ഞാൻ ഇന്നലെ മറ്റേ കഷ്ണം മീനില്ലേ, കേര എന്ന് പറയുന്നത്, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ പറ്റിച്ച് വെച്ചേച്ചു, ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ചേച്ചു. എന്നിട്ട് ഞാൻ എപ്പോഴും തേങ്ങാപ്പാലിന് വരെ ഞാൻ നോർമൽ പാലാട്ടോ ഒഴിക്കാറ്. അത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് അത് തിളപ്പിച്ച് പറ്റിച്ച് വെച്ചു. അന്നേരം കൊണ്ട് ഒരു കുക്കറൊരു 3 വിസിലടിച്ചായിരുന്നേ. എന്നിട്ട് ഞാനതും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കി അതും കൂട്ടി ഇന്ന് രാവിലെ കഴിച്ചിട്ടോ. അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഒരു ബീഫ് കറി വെച്ചാൽ തന്നെ നമുക്കത് തീരത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയും ബീഫ് കറിയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ മീൻ കൂട്ടാനായിട്ട് ചോറൊന്നും വെച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ പോയ വഴി മീൻതലയും കപ്പയും കഴിച്ചു. മീൻതലാന്ന് വെച്ചാൽ കാളാഞ്ചിയുടെ തല കിട്ടി, ഭയങ്കര ഫ്രഷായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ ബീഫ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കൂടെ കുറച്ച് ചാറുള്ള ഇഷ്ടമാണ്. പിന്നെ കുറച്ച് വരട്ടിയെടുത്ത് കൂർക്കിയിട്ട് എടുക്കാൻ വേണ്ടി വരട്ടിയെടുത്തു.